എം കെ രാഘവൻ്റെ കേസിനകത്ത് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ളൊരു ആക്ഷേപമാണ്. അത് സ്വാഭാവികമായിട്ടും പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ വിഷമാണ്. ഞാൻ ആ ഡീറ്റെയിൽസ് എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അവമാനിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായും ഒരു സംസ്കാര സമ്പന്നമായും ഒരു പെരുമാറ്റ രീതി വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ ലംഘനം ഒരിക്കലും ഉണ്ടാകരുത്. ശ്രീ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വേറൊരു ആംഗിളിലാണ്. അതേസമയം ശ്രീ എം കെ രാഘവൻ്റെ കേസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഈ ചാണ്ടി ഉമ്മനുമായിട്ട് നേരിട്ട് സംസാരിക്കുമോ സാർ ഈ കാര്യത്തിൽ? അത് നോക്കട്ടെ. ഞങ്ങൾ സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് കൊണ്ടത് അവസാനിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കുറേ പരാതികൾ വന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പം ഇന്ന് ചാണ്ടി ഉമ്മനും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പലർക്കും അർഹിച്ച പ്രാതിനിധ്യം ലഭിക്കേണ്ടതാണ് എന്ന രീതിയിലൊക്കെയാണ് ഇതിന് മറുപടി. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു നടപടിക്രമമുണ്ട്. അതിനകത്ത് ആ ഒരു ഉയർന്ന നിലപാടെടുത്താൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഒരു ഉയർന്ന നിലപാടുണ്ടാകണം. പാർട്ടിക്കകത്തെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കിട്ടുന്നൊരു സന്ദർഭം എന്നുള്ള നിലയിൽ അതിനെ എടുക്കരുത്. മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത ആളിനെ പകരം പ്രാപ്തമായ രൂപത്തിലുള്ള ആളിനെ വെക്കുന്നു എന്നുള്ളതാണ്. അത് പറ്റാതെ വരുമ്പോഴാണ് തർക്കങ്ങൾ വരുന്നത്. ആ തർക്കങ്ങൾ വരാതെ തന്നെ കൊണ്ടുപോകണം. പുനഃസംഘടന എന്ന് പറയുന്നത് പിക്ക് ആൻഡ് ചൂസാണ്. മറ്റ് തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നവർ ജയിക്കും, ഭൂരിപക്ഷം ഇല്ലാത്ത ആളുകൾ പരാജയപ്പെടും. പക്ഷേ പുനഃസംഘടന എന്ന് പറയുമ്പോൾ അതല്ല. ആ തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ ചിന്തയാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അത് ജസ്റ്റിഫയബിളായിട്ടുള്ള രൂപത്തിൽ ജുഡീഷ്യസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ മാത്രമേ ആ പുനഃസംഘടന കൊണ്ട് പ്രയോജനം ഉണ്ടാവും. അങ്ങനെ ഒരു ഉയർന്ന തലത്തിൽ അതിനെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ അതെല്ലാം വിഷമങ്ങളിൽ ചെന്നെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. KPCC നിയമസ്ഥാനത്ത് മാറ്റേണ്ടതില്ല എന്ന് ചാണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങയുടെ ഒരു നിലപാട് എങ്ങനെയാണ്? വിവാദങ്ങളുണ്ടാക്കിയല്ലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത്. പുനഃസംഘടനയ്ക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? അത് വിവാദത്തിന് വേണ്ടി, ചേരിതിരിവിന് വേണ്ടിയല്ല. സംഘടന ഇന്ന് ഏറെക്കുറെ മെച്ചപ്പെട്ടൊരു നിലയിൽ പോവുകയാണ്. 2 തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാക്കി. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ പഴയതിനേക്കാൾ വോട്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടി. CPM ഇത്രയും 10 കൊല്ലത്തോളം അധികാരത്തിലിരുന്നിട്ടും അവർക്ക് ആ നിലയിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒരു വിന്നിങ് ഫോഴ്സ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെ വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വരാതിരിക്കണം നമ്മൾ കെയർഫുള്ളായിരിക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻ ക്യാമറയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. പരസ്പര വിശ്വാസത്തോടു കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇതൊക്കെ പബ്ലിക് ഡിബേറ്റിലേക്ക് പോകുന്നത് ഒരു ഗുണവും ചെയ്യില്ല. അതില്ലാതെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ യുക്തമായ രൂപത്തിൽ, തൃപ്തിയായ രൂപത്തിൽ, ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് തീർക്കാൻ കഴിയും.